ഞങ്ങളുടെ ഇന്നത്തെ ലക്ഷ്യം ചെറുപുഴ എവിടെയാ? അയർക്കുന്നു. ആയന്നൂർ തീരത്തിലേക്കാണ് ഞങ്ങൾ ഇന്ന് പോകാൻ വേണ്ടി പോകുന്നത്. ഞങ്ങളുടെ മനോഹരമായ കാഴ്ചകളും എല്ലാം നമ്മൾ എൻജോയ് ചെയ്യാൻ പോവുകയാണ്. പെഡൽ ബോട്ട് 100 വഴിയിൽ വെച്ച് ഇതാ നമ്മുടെ കുഞ്ഞു ജെസ്സിക്ക ഉറങ്ങിപ്പോയി. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വീഡിയോ എടുത്തിട്ട് ഒരു 2-3 മാസമായിട്ടോ. അപ്പോൾ നമുക്കിപ്പോഴാണ് വീഡിയോ ഒന്ന് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ടൈമൊക്കെ ഒത്തു വന്നത്. സോ നമ്മൾ ചെറുപുഴ ആയന്നൂർ തീരം വിസിറ്റ് ചെയ്യാൻ വേണ്ടിയാണ് പോയത് കേട്ടോ. ചേച്ചിയുടെയും അനിയൻ്റെയും അതുപോലെ ചേച്ചിയുടെ പിള്ളേരുടെയും കൂടെയൊക്കെയാണ് നമ്മൾ പോയത്. അപ്പം കയറിയ പാടെ അവിടെ ഒരു ചെറിയൊരു പാർക്കാണ് കേട്ടോ. പിള്ളേർക്കൊക്കെ ജസ്റ്റ് കളിക്കാനൊക്കെ ആയിട്ട് നല്ല അട്രാക്റ്റീവായിട്ടുള്ള സംഭവങ്ങളൊക്കെ വെച്ച് ഒരു ചെറിയൊരു പാർക്ക്. അപ്പോൾ നമുക്കൊക്കെ അവിടെ റെസ്റ്റ് ചെയ്യാനൊക്കെ സ്ഥലമൊക്കെ ഉണ്ട്. പിന്നെ അവിടെ ഫോട്ടോ എടുക്കാൻ ഈ ഒരു ഹാർട്ട് ഷേപ്പ് ഉണ്ടല്ലോ, അപ്പോൾ ഇതിൻ്റെ അകത്തിട്ട് ഞങ്ങൾ കുറേ നേരം ഫോട്ടോസൊക്കെ എടുത്തു. നല്ലൊരു പ്ലേസാണ് കേട്ടോ ഫോട്ടോ ഒക്കെ എടുക്കാൻ. പിന്നെ തൊട്ടടുത്ത് തന്നെ ഒരു ചായക്കട, ഒരു ചെറിയ ചായക്കടയുണ്ട്. കാരണം നമ്മളൊരു വൈകുന്നേരം ടൈമിലാണ് പോയത്, അതുകൊണ്ട് തന്നെ വലിയ വെയിൽ കാര്യങ്ങളൊക്കെ കുറവായിരുന്നു. അപ്പോൾ നമ്മളവിടെ പോയിട്ട് ചായയും കടിയൊക്കെ കഴിച്ചു കേട്ടോ. നല്ല ചായയൊക്കെ ആയിരുന്നു. ആൻഡ് നെക്സ്റ്റ് നമ്മൾ പോയത് നമ്മുടെ മെയിൻ അട്രാക്ഷനായ, നമ്മളിവിടെ വന്നിരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ തന്നെ ഇതാണ് കേട്ടോ, ബോട്ടിങ്. കാരണം പിള്ളേർക്ക് അവിടെ എൻജോയ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെയും കൂടി എൻജോയ് ചെയ്യണ്ടേ. അപ്പോൾ പിള്ളേരെയും കൂട്ടി നമ്മൾ ബോട്ടിങ്ങിനായിട്ട് ഇറങ്ങി. അപ്പോൾ നമ്മൾ പെഡൽ ബോട്ടിങ്ങാണ് ഫസ്റ്റ് ചെയ്തത് കേട്ടോ. എല്ലാവരും കൂടെ, ചേച്ചി വന്നില്ല, കുഞ്ഞാവെ ഉള്ളതും കൊണ്ട് ചേച്ചി ഇറങ്ങിയില്ല. സോ ഞങ്ങൾ ഇത്രയും പേര് ബോട്ടിങ്ങിന് ഇറങ്ങി. പിള്ളേർ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ബോട്ടിങ്ങിനൊക്കെ പോകുന്നത്. അപ്പോൾ അതിൻ്റേതായ എക്സൈറ്റ്മെൻറ്റ് അവർക്കുണ്ട് കേട്ടോ. അവരുടെ മുഖത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഭയങ്കര ഹാപ്പി ആയിരുന്നു അവരും, ഓഫ് കോഴ്സ് ഞങ്ങളും. അപ്പോൾ അങ്ങനെ കുറേ നേരം ഞങ്ങൾ പെഡൽ ബോട്ടിങ് ചെയ്തു. പിന്നെ വലിയ തിരക്കോ കാര്യങ്ങളോ അവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ. കുറച്ച് ആൾക്കാരൊക്കെ ഞങ്ങൾ വന്നപ്പോൾ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഇറങ്ങാനായപ്പോൾ ആളുകളൊക്കെ വന്നു. അപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് കുറേ ടൈം അവിടെ എൻജോയ് ചെയ്യാൻ പറ്റി. പിന്നെ ഇവർ പിള്ളേരെ കൂട്ടി കയാക്കിങ് ചെയ്യാൻ പോയി. പിള്ളേർക്ക് അതിൽ കയറുന്നത് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. സോ ഞാൻ ഇതൊക്കെ വീഡിയോ എടുത്തു. ഞാൻ ഇറങ്ങിയില്ല, കാരണം ഞാനിതിന് മുന്നേ ചെയ്തിട്ടുണ്ട് കയാക്കിങ്. സോ എനിക്കത് എക്സ്പീരിയൻസ് ഉണ്ടായിട്ട് എന്താ ഞാൻ കയറാത്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ശരിക്കും പറഞ്ഞാൽ മടിയായിരുന്നു കേട്ടോ, തുഴയുണ്ട്. അപ്പോൾ അതോർത്ത് മാത്രം ഞാൻ കയറിയില്ല. പിന്നെ അവരങ്ങ് എൻജോയ് ചെയ്ത് അവർ കുറേ ദൂരം പിള്ളേരെ കൂട്ടി അങ്ങ് കയാക്കിങ് ചെയ്തു. ആ സമയം കൊണ്ട് എൻ്റെ കയ്യിൽ ഉള്ള കൊതുകെല്ലാം വന്ന് കുത്തി കേട്ടോ. അതാണ് ഈ കയ്യിൽ ഇങ്ങനെ പൊങ്ങി കാണുന്നത്. സോ കൊതുകടിയെല്ലാം കണ്ട് ഞങ്ങൾ എല്ലാം കഴിഞ്ഞ് നേരെ തിരിച്ച് കയറി കേട്ടോ. പിന്നെ പാർക്കിൽ പിള്ളേർക്ക് കളിക്കണമെന്ന് പറഞ്ഞ് അമ്മാവന്മാരുടെ കൂടെ പിള്ളേർ കളിയായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ കുറേ നേരം അങ്ങനെയൊക്കെ കളിച്ച് സന്ധ്യയായപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഞങ്ങളൊരു ഹോട്ടലിൽ കയറിയിട്ട് ഫുഡ്, നമ്മളെവിടെ പോയാലും ലാസ്റ്റ് ഫുഡ് കഴിച്ചാണല്ലോ അതൊന്ന് എൻഡപ്പ് ചെയ്യുന്നത്. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ടാറ്റ ബൈ പറഞ്ഞ് ഇറങ്ങി.